അവിടെ കിഴങ്ങും കാര്യങ്ങളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. ഇത് കാപ്പി കുടിക്കാനുള്ള കപ്പ്, ഇത് കിഴങ്ങ് കഴിക്കാനുള്ള പാത്രങ്ങൾ, ഇത് ഉണക്കമീൻ പൊരിച്ചത്, പിന്നെ ഇത് നമ്മളാ ഉള്ളിയും പുളിയും മുളകും എല്ലാം കൂടെയൊക്കെ ചേർത്ത് ഒരു പുളിയും മുളകും ഞാനില്ലേ, അതാണ് ഈ സാധനം. ഇത് കാപ്പി. പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്, ഇന്ന് ഞാനും വൈഫും കൂടെ റോഡിൽ പോയപ്പോൾ സമയത്ത് അയല കൊണ്ടിട്ട് വിൽക്കുന്നുണ്ട്, കുഞ്ഞയല. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് ഈ സെറ്റപ്പ്. വാങ്ങി മുളകും പിന്നെ പുളിയും എല്ലാം കൂടെ ചേർത്ത് അവിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. ബാക്കി വീഡിയോ നമ്മൾ കഴിക്കുന്ന സമയത്ത് വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ്. ഞായറാഴ്ചയാണ്. അപ്പം 3-4 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് തിരക്കായിപ്പോയി, വർക്കും കാര്യങ്ങളുമായിട്ടൊക്കെ തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു മഴയും നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല സൂപ്പർ മരച്ചീനി, നമ്മളവിടെ കപ്പ കിഴങ്ങെന്നൊക്കെ പറയും. സൂപ്പർ മരച്ചീനി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് വെന്തതിന് ശേഷം ബാക്കി ഫുള്ള് സെറ്റ് വീഡിയോ ഞാൻ ഇട്ടുതരാം. ഞാനത് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റിനെന്ന് അറിയാനായിട്ട് വന്നതാണ്. ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ മാത്രമേ നമ്മൾ പുതിയ ക്യാമറയൊക്കെ വാങ്ങൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഞാൻ ക്യാമറയൊക്കെ വാങ്ങി വെറൈറ്റി ഐറ്റംസ്, പിന്നെ ക്യാമറാമാനായി, ഡയറക്ടറായി അടിപൊളി സെറ്റപ്പിൽ ഞാൻ ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ ഇത് വേണം, ഒന്ന് ലൈക്ക് അടിക്കണം, അല്ലെങ്കിൽ കമൻറ്റൊക്കെ ഇടണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് മടുക്കും. മനസ്സിലായില്ലേ? ഇത്രയും വർക്ക് കിടക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞാൻ വന്ന് യൂട്യൂബിലും കൂടെ കയറി ചെറിയ രീതിയിൽ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാം. ഇതെൻ്റെ സഹധർമ്മിണി കിഴങ്ങുമായിട്ട് എത്തിയിട്ടുണ്ട്. ഓരോ പാത്രത്തിലായിട്ട് നമുക്ക് പങ്കുവച്ച് തരുകയാണ്. അപ്പോൾ ഇനിയിപ്പം കണ്ടിന്യൂ വീഡിയോ ആണ്. ഞാനും അതിൽ കൂടെ പോയി ജോയിൻ ചെയ്യാണ്. കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പം നല്ല മഴയുണ്ട് പുറത്ത്, പിന്നെ നല്ല അടിപൊളി തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് സംസാരിക്കാം. ഹലോ മിസ്റ്റർ, ഒന്ന് വഴി വേണം. മെയിൻ ആക്ടറോടെ ഇരിക്കുന്നു. എന്നാ വാടാതി കഴിഞ്ഞില്ല. കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുന്നത് സൂപ്പർ കേട്ടോ. കിഴങ്ങെന്ന് പറഞ്ഞാൽ മരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, അടിപൊളി. ഗൾഫിലൊക്കെ നിന്നപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പിന്നെ മഴയൊന്നും ഇല്ലല്ലോ, ഇതേപോലെ സെറ്റാവണമെന്ന്. നാട്ടിൽ വന്ന് ഉള്ള ചില്ലറയൊക്കെ നമ്മൾ പറയിക്കൊണ്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലും പരിപാടി ചെയ്ത് ജീവിക്കണമെന്ന്, വലിയ കോടീശ്വരനൊന്നും ആവണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നല്ല മക്കളെ വാ, കുഴപ്പമില്ലണമെന്നിരിക്കും. ഇവിടെ വാ. 2 യൂട്യൂബർമാരൊക്കെ ചെറിയൊരു ഇതുണ്ട് എൻ്റെ അടുത്ത്. അവന്മാരൊക്കെ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞതാണ്. കഴിച്ച് മറക്കരുത്, ഫേസ് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങിയാണ്. 3-4 ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. മാനസികമായിട്ട് മനസ്സ് തളർന്നുപോയി. കാരണം നിങ്ങളാരും ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, കമൻറ്റും ഇടുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്ന ഇതായത് വേണ്ട കിഴങ്ങെടുക്കുക, നമ്മളാ പുളിയും മുളകും കൂടെ ഇട്ട് ഞവടിയ. ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. എൻ്റെ ഗൾഫിലുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഇത് മിസ് ചെയ്യുന്നുണ്ടാവും, എനിക്കറിയാം. ഞാൻ പറയുന്നത് വെച്ചാൽ ഉള്ളതൊക്കെ മതി, ഇനി കയറി വരാൻ നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വകുപ്പ് ചെയ്ത് നമുക്ക് ജീവിക്കാമെന്ന്. ഉള്ള കാലം മക്കൾക്കും ഭാര്യയ്ക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഉള്ള പരിധി നമുക്ക് അവരെന്തെങ്കിലും വിചാരിക്കും, ആൾക്കാരെന്തെങ്കിലും വിചാരിക്കും, നമ്മളെ സ്റ്റാറ്റസ് അങ്ങനെ നോക്കില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ആഹാരം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, അവരെ കൂടെ നിൽക്കുക. അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ആഹാരം കഴിച്ചിട്ട്
കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇനിയിപ്പോൾ സംസാരം ആഹാരം കഴിപ്പുകൂടെ നടക്കില്ല. കഴിഞ്ഞിട്ട് ഞാൻ വരാം. സ്റ്റാൻഡ് എനിക്ക്